ഒരു ഫോട്ടോ വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ PV സെൽ എങ്ങനെ വ്യത്യസ്ത ലെവലുകളിൽ പ്രകാശിപ്പിച്ച് ഫോട്ടോ വോൾട്ടൈക് പ്രോപ്പർട്ടി പരിശോധിക്കാമെന്നാണ് ഈ സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ ഫോട്ടോ വോൾട്ടൈക് സെല്ലിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇത് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കും. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ്, സോളാർ സെൽ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടൈക് സെൽ, ഇത് പ്രകാശോർജ്ജത്തെ ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം വഴി നേരിട്ട് ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നു. ലൈറ്റ് പതിക്കുമ്പോൾ ഏതെങ്കിലും എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സുമായി അറ്റാച്ച് ചെയ്യാതെ തന്നെ ഒരു ഇലക്ട്രിക് കറണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിന്റെ ഒരു രൂപമാണിത്. ഈ രീതിയിലൂടെയാണ് സൗരോർജ്ജത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നത്. ഒരു സോളാർ PV സെല്ലിന് ഏകദേശം 0.5 വോൾട്ട്സ് ഔട്ട്പുട്ടും കുറഞ്ഞ മില്ലി ആംപിയർ കറന്റും ഉണ്ടായിരിക്കും. ഇത് സെല്ലിന്റെ ടൈപ്പിനെയും ക്വാളിറ്റിയെയും സോളാർ റേഡിയേഷൻ, സോളാർ ഇറേഡിയേഷൻ, പതിക്കുന്ന ആംഗിൾ ഷാഡോ, പതിക്കുന്ന റേഡിയേഷന്റെ സ്പെക്ട്രം മുതലായ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇവ കൃത്യമായി ഗ്രൂപ്പ് ചെയ്താൽ ഉയർന്ന ഔട്ട്പുട്ട് ലഭിക്കും. ഫോട്ടോ വോൾട്ടൈക് ഇഫക്റ്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി നേരിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്യുകയോ അതുമല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് യൂട്ടിലിറ്റിയുടെ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് നേരിട്ട് ചെയ്യുകയോ ചെയ്യാം. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഏതൊരു ഇലക്ട്രിക് ഡിവൈസും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിവൈസ് DC കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിന് നേരിട്ട് ഔട്ട്പുട്ട് ലോഡുമായി കണക്ട് ചെയ്യാം. ഇനി ഡിവൈസ് AC കറണ്ടിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ച് DC കറണ്ട് AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാം. സിലിക്കൺ, കാഡ്മിയം, ടെല്ലൂറൈഡുകൾ എന്നിവ ഉപയോഗിച്ചാണ് സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്നത്. ഫോട്ടോ വോൾട്ടൈക് ഇഫക്റ്റിലൂടെ സൗരോർജ്ജത്തെ ഉപയോഗപ്രദമായ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്ന ഒരു എനർജി ഹാർവെസ്റ്റിംഗ് ടെക്നോളജിയാണ് ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ. വ്യത്യസ്ത തരം PV സെല്ലുകൾ നിലവിലുണ്ട്. അവയെല്ലാം സൂര്യനിൽ നിന്നെത്തുന്ന ഫോട്ടോണുകളെ സെമി കണ്ടക്ടറുകളുമായി ഇന്ററാക്ട് ചെയ്ത് ഇലക്ട്രിക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഫോട്ടോ വോൾട്ടൈക് സെൽ എന്നാൽ സ്പെസിഫിക് പർപ്പസുകളോടുകൂടിയ പദാർത്ഥങ്ങളുടെ നിരവധി ലെയറുകൾ ചേർന്നതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്ന സെമി കണ്ടക്ടർ ലെയറാണ്. ഇതിൽ P ടൈപ്പ്, N ടൈപ്പ് എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായ 2 ലെയറുകൾ ഉൾപ്പെടുന്നു. ഇവയാണ് ഫോട്ടോ വോൾട്ടൈക് പ്രോസസ്സിലൂടെ സൗരോർജ്ജത്തെ ഉപയോഗപ്രദമായ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ഫോട്ടോ വോൾട്ടൈക് സെൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാം. സെമി കണ്ടക്ടറിന്റെ ഇരുവശവും കണ്ടക്ടിംഗ് മെറ്റീരിയലുകളാൽ നിർമ്മിച്ചിരിക്കുന്ന ലെയറുകളാണുള്ളത്. ഉൽപ്പാദിപ്പിച്ച ഇലക്ട്രിസിറ്റി ഇവ ശേഖരിക്കുന്നു. സെല്ലിന്റെ പിൻവശം അഥവാ ഷെയ്ഡ് ചെയ്ത വശം കണ്ടക്ടറുകൾ ഉപയോഗിച്ച് മറയ്ക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം അനിയന്ത്രിതമായ സൺലൈറ്റ് സെമി കണ്ടക്ടറുകളിൽ എത്തുന്നത് തടയാൻ മുൻഭാഗവും ഇലുമിനേറ്റഡ് സൈഡും കണ്ടക്ടർ ഉപയോഗിക്കുന്നു. സെല്ലിന്റെ അവസാനത്തെ ലെയറായ ഇല്ലുമിനേറ്റഡ് സൈഡിൽ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണ് നൽകിയിരിക്കുന്നത്. എല്ലാ സെമി കണ്ടക്ടറുകളും നാച്ചുറലായി റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് റിഫ്ലക്റ്റീവ് ലോസ് ഉണ്ടായേക്കാം. സെല്ലിന്റെ സർഫേസിൽ നിന്നുള്ള ഇത്തരം സോളാർ റേഡിയേഷൻ റിഫ്ലക്ഷൻ നിയന്ത്രിക്കുന്നതിന് ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങിന്റെ ഒന്നോ അതിലധികമോ ലെയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ വ്യത്യസ്ത മെറ്റീരിയലുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത രീതിയിൽ നിർമ്മിക്കാൻ സാധിക്കും. സിലിക്കൺ ആണ് സാധാരണയായി കൊമേഴ്ഷ്യൽ സോളാർ സെല്ലുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഗാലിയം, ആഴ്സനൈഡ്, കാഡ്മിയം, ടെല്ലുറൈഡ്, കോപ്പർ, ഇൻഡിയം, ഗാലിയം, സെലിനൈഡ് തുടങ്ങിയ പദാർത്ഥങ്ങളും ഉപയോഗിക്കാറുണ്ട്. ബ്രിറ്റിൽ ക്രിസ്റ്റലിൻ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ തിൻ ഫിലിം സെല്ലുകൾ എന്നിവയിൽ നിന്ന് സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ സാധിക്കും. ക്രിസ്റ്റൽ സോളാർ സെല്ലുകളെ മോണോക്രിസ്റ്റലിൻ, പോളിക്രിസ്റ്റലിൻ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. മോണോക്രിസ്റ്റലിൻ PV സെല്ലുകളിൽ ഒരു യൂണിഫോം അല്ലെങ്കിൽ സിംഗിൾ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോളിക്രിസ്റ്റലിൻ സെല്ലുകളിൽ വ്യത്യസ്തമോ വിഭിന്നമോ ആയ ക്രിസ്റ്റൽ സ്ട്രക്ചറുകൾ അടങ്ങിയിരിക്കുന്നു. ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ ഇനി നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാം. ഇതിനായി നിങ്ങളുടെ കൈവശം ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ മില്ലി വോൾട്ട് മീറ്റർ, ഒരു ഫോട്ടോ വോൾട്ടൈക് സെൽ,
3.5 വോൾട്ട്, 0.5 വോൾട്ട്, 7A 4 എണ്ണം, 3.5 ഓം, 5 വോൾട്ട് റെസിസ്റ്റർ, സൺലൈറ്റ് കൂടാതെ ഇല്യൂമിനേഷൻ കൺട്രോളുള്ള ലൈറ്റ് സോഴ്സ് എന്നിവ ആവശ്യമാണ്. ഇപ്പോൾ സോളാർ സെല്ലുകൾ നേരിട്ട് സൺലൈറ്റിൽ വയ്ക്കുക. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജും ആംപിയറും അളക്കുക. ഒരു ഫോട്ടോ വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ PV സെൽ എങ്ങനെ വ്യത്യസ്ത ലെവലുകളിൽ പ്രകാശിപ്പിച്ച് ഫോട്ടോ വോൾട്ടൈക് പ്രോപ്പർട്ടി പരിശോധിക്കാമെന്ന് ഈ സെഷൻ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. ഫോട്ടോ വോൾട്ടൈക് സെൽ എന്നാൽ എന്താണെന്നും അവ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കും.